ഈ PhD എന്ന് പറഞ്ഞ പവർ ഹൗസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് എനിക്കറിയൂ. ഇത്രയും വിദ്യാഭ്യാസം എനിക്കില്ല. പിന്നെ എന്റെ കാര്യം എന്ന് വെച്ചാല് പൂന സിറ്റിയിലെ തിരക്കറിയാലോ. ഒരു ദിവസം സൈക്കിളിൽ 100 ചാക്ക് ബിരിയാണി അരി എത്തിക്കും. പഴയ പോലെ ഒന്നുമല്ല, ഭയങ്കര കോമ്പറ്റീഷനാ. ഇനിയിപ്പോ ഒരു ഓട്ടോറിക്ഷ ഇല്ലാണ്ട് പിടിച്ചിരിക്കാൻ പറ്റില്ല. പിടിച്ചു നിൽക്കണമെങ്കിൽ ഓട്ടോ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഒരു വടിയായാലും മതി. എന്റെ പോടും. ഇപ്പൊ എവിടെ പോകുന്നു? രാമപുരം. ആഹാ, എന്റെ വീട് രാവണപുരത്താ. അതിനടുത്തായി രാമപുരം. അപ്പോ നമ്മള് രണ്ടുപേരും ഒരു സ്റ്റേഷനിൽ ഇറങ്ങുന്നേ. ആഹാ, ഞാൻ ഓർമ്മ വെച്ചിട്ട് ഇവിടേക്ക് ആദ്യമായിട്ടാ. ഈ 2 ഗ്രാമങ്ങൾക്കും കൂടി ഒരു റെയിൽവേ സ്റ്റേഷൻ, ഒരു കോവിൽ. ഗ്രാമങ്ങൾ തമ്മിൽ കോവിലിന്റെ പേരിലുള്ള അവകാശ തർക്കം ഇന്നും ബാക്കിയാ. ഓ, അത് പോട്ടെ, എന്തിനാ പോകുന്നേ? അവിടുത്തെ പോസ്റ്റ് ഓഫീസ് വരെ ഒന്ന് പോണം. അതെന്താ, പൂനെയില് പോസ്റ്റ് ഓഫീസ് ഇല്ലേ? അവിടുത്തെ പോസ്റ്റ് ഓഫീസില് അച്ഛനും അമ്മയും എന്റെ ചെറുപ്പത്തില് എന്റെ പേരിൽ കുറച്ച് പൈസ ഇട്ടുണ്ടായിരുന്നു. അതിപ്പോ പെരുത്ത് വലിയൊരു തുകയായിട്ടുണ്ടാവും. പിന്നെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയ ഞാൻ ലക്ഷപ്രഭുവാ, ലക്ഷപ്രഭു. ആ പോസ്റ്റ് ഓഫീസ് കത്തി പോവാതിരുന്നാ മതിയായിരുന്നു. നാരിയൽ കപ്പാനി സ്ത്രീകളുടെ സൗന്ദര്യത്തിന് ദിവസവും ഓരോന്ന് കഴിക്കുന്ന നല്ലതാ. ഏ ഭായ് സാബ്, ഏക് നാരിയൽ പാനി. നേ സ്ട്രോ നേ ചായേ. ഈ സ്ട്രോയൊക്കെ ആരുടെയൊക്കെ വായിലിട്ടാന്ന് ആർക്കറിയാം? നമ്മൾ ഈ സ്ട്രോ കുടിച്ചിട്ട് കളയില്ലേ? ഇവന്മാരൊക്കെ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറക്കെടുത്ത് പാക്കറ്റിൽ വെക്കും. പിന്നെ വൃത്തിയും വെടിപ്പും അറപ്പും സംസ്കാരമുള്ള തോമാരെ ഈ സ്ട്രോ എടുത്ത് ഇങ്ങനെ വലിച്ചു കുടിക്കൂ. പോരാത്തതിന് പകർച്ചവ്യാധിയും വരും. हाँ कितने है? 30 रुपए। 30 रुपया? डिस्काउंट नहीं है? नहीं डिस्काउंट नहीं है। हाँ, ये केरल का नारियल पानी है? ये पोल्लाची का है। पोल्लाची का? हाँ, ബാക്കി പൈസ ദേ ദോ നാ. മലയാളീസിനെ മണ്ടന്മാരാക്കണ്ട. ഇതൊക്കെ ചോദിച്ചു മേടിച്ചില്ലെങ്കിലേ തരില്ല. ഞാൻ ആരാ മോൻ? സ്റ്റേഷന്റെ പുറത്ത് ഇനി 20 രൂപ ഉണ്ടാവുള്ളൂ. മനുഷ്യന്മാരെ പറ്റിക്കണ പറ്റിക്കലേ. എന്തായാലും കുടിച്ചോളൂ. ഇപ്പൊ തരാ. ഇതുപോലെ ഞാൻ എന്നും ചെയ്യണതാ. നോ ടെൻഷൻ, സിമ്പിൾ. ഈ നിത്യാഭ്യാസി ആനെടുക്കുന്നൊക്കെ കേട്ടിട്ടില്ലേ? അത്രേ ഉള്ളൂ. ഒരു മിനിറ്റ്. അതെന്തായാലും അകത്തേക്ക് വരില്ല. തനിക്ക് കുടിക്കണമെങ്കിൽ താൻ പുറത്തു പോയി കുടിക്കണോ? പോടോ. ഞാൻ പോയിട്ട് കാര്യമില്ല, താൻ തന്നെ പോണം കുടിക്കണമെങ്കിൽ. ഒരു സ്ട്രോ കിട്ടിയായിരുന്നു വലിച്ചു കുടിക്കായിരുന്നല്ലേ? അപ്പൊ ഈ പുള്ളി എന്താ പറഞ്ഞത്? വൃത്തിയും വിനയവും സംസ്കാരം ഇല്ലാത്തവരെ സ്ട്രോ ഇട്ട് കുടിക്കോളുന്നു. ഓരോരുത്തരും പകർച്ചവ്യാധിയും വരുമെന്ന് ഇപ്പൊ കിടന്ന് ആദ്യം പിടിക്കുന്ന കണ്ട. മോളെ അവന്റെ വയറ് തടഞ്ഞു തന്നെ. അയ്യോ കുട്ടി, പെട്ടെന്ന് പെൻസിൽ പേപ്പർ എടുത്ത് വരച്ചോ. ഹനുമാൻ മലയും വന്നിട്ട് കൂടെ ഫിഗറാ. ഫിഗർ വിട്ടു. എന്താ കുമ്പസാരിക്കുക? ഇന്ന് വല്ലതും നടക്കുവോ? പറ്റില്ലേ ബലം പിടിക്കണ്ട, വിട്ട് കളഞ്ഞേക്ക്. അല്ലെങ്കിൽ ഇവിടെ വല്ലതും പോകും. ഇപ്പൊ ശരിയാക്കി തരാം. മര്യാദ